തിരുവനന്തപുരം കാട്ടാക്കടയിൽ CPM പ്രവർത്തകൻ അശോകനെ കൊലപ്പെടുത്തിയ കേസിൽ 5 BJP പ്രവർത്തകർക്ക് ഇരട്ട ജീവപര്യന്തം തടവ്. മറ്റു 3 പ്രതികൾക്ക് ജീവപര്യന്തമാണ് ശിക്ഷ. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കണമെന്നും തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. സംഭവത്തിൽ നേരിട്ട് പങ്കാളികളായ 5 പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും 3 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2013 പലിശ നൽകിയത് കുറഞ്ഞു പോയതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പ്രതികൾ അശോകനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കാട്ടാക്കട സ്വദേശിയും CPM പ്രവർത്തകനുമായ അശോകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 5 പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും 3 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും നിലനിൽക്കുമെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ആമച്ചൽ സ്വദേശികളായ ശംഭുകുമാർ എന്ന ശംഭു, ശ്രീജിത്ത് എന്ന ഉണ്ണി, ഹരികുമാർ, ചന്ദ്രമോഹൻ എന്ന അമ്പിളി, സന്തോഷ് എന്ന ചന്തു എന്നിവർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത്. ഇവർക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ആലങ്കോട് കുളത്തിന്മേൽ സ്വദേശികളായ അഭിഷേക്, പ്രശാന്ത്, സജീവ് എന്നിവർക്ക് ജീവപര്യന്തവും 50,000. തിരുവനന്തപുരം 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. പത്തൊൻപത് പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരാൾ മരിക്കുകയും 2 പേർ മാപ്പുസാക്ഷികളാവുകയും ചെയ്തിരുന്നു. ബാക്കി പ്രതികളെ കോടതി വെറുതെ വിട്ടു. 2013 മെയ് മാസമായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. കൊല്ലപ്പെട്ട അശോകന്റെ സുഹൃത്ത് ബിനു 1ാം പ്രതി ശംഭുകുമാറിൽ നിന്ന് തന്റെ ബൈക്കിന്റെ RC ബുക്ക് പണയം വെച്ച് 10,000 രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു. പലിശ നൽകിയത് കുറഞ്ഞതിനാൽ ബിനുവിന്റെ ബൈക്കിന്റെ താക്കോൽ ശംഭുകുമാർ എടുത്തു. ഇത് അശോകൻ ചോദ്യം ചെയ്യുകയും ശംഭുവിനെ മർദ്ദിക്കുകയും ഉണ്ടായി. ഇതിന്റെ പ്രതികാരമായാണ് ശംഭുവും സുഹൃത്തുക്കളായ മറ്റു പ്രതികളും ചേർന്ന് അശോകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.